ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ എന്തുകൊണ്ട് വിശേഷം? കാപ്പൂടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും? ഞാൻ ഇന്നലെ സ്കൂളിൽ ടെക്സ്റ്റ് കൊടുത്തായിരുന്നു. അപ്പം സ്കൂളിൽ പോയി ടെക്സ്റ്റ് വാങ്ങിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ അവൻ 3ാം ക്ലാസ്സിലോട്ടായി. അപ്പം അതിന് പോയി ടെക്സ്റ്റ് വാങ്ങിച്ചു. പിന്നെ ആ കൂട്ടത്തിൽ പിന്നെ ബാഗ്, ഇതൊക്കെ നമ്മുടെ നോട്ട് ബുക്കുകൾ എല്ലാം വാങ്ങിച്ചു. അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി വന്നതാണ്. അപ്പം കാണാം. ഇത് നോട്ട്ബുക്കാണ് അവൻ്റെ. ഇന്നലെ തന്നെ ഞാൻ ഇതെല്ലാം പൊതിഞ്ഞു. എല്ലാം പൊതിഞ്ഞു. ഇനി പേരെഴുതണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ബോക്സ് അവൻ സെലക്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഞാൻ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. കാരണം നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച സമയത്ത്, പഠിച്ച കാലത്ത് ഇങ്ങനെ ഒരു ബോക്സൊക്കെ കിട്ടണമെങ്കിൽ ഒരു ബോക്സിലൊന്ന് തൊടാൻ പോലുമുള്ള യോഗ്യത ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ അത് നമ്മൾ സാധിച്ചു കൊടുക്കുന്നു. അവൻ തന്നെ സെലക്ട് ചെയ്ത ബോക്സാണ്. ഇതിന് വേണ്ട ടൈം ടേബിൾ എഴുതാനുള്ളതും ഒക്കെയുണ്ട്. ഒക്കെയുണ്ട് അങ്ങനെ. അത് പിന്നെ അടുത്തത് ടിഫിൻ ബോക്സ്. ഈ ടിഫിൻ ബോക്സിന്റെ വില ഉണ്ടോ കാണാവോ? 265 രൂപ. ഭയങ്കര വിലയാ. 354, 453 എന്നൊക്കെ പറഞ്ഞിട്ടാണ് കണ്ടത്. പിന്നെ ഏറ്റവും വില കുറഞ്ഞത് നോക്കിയാൽ ഞാൻ എടുത്തത് 265. പിന്നെ അവൻ്റെ ടെക്സ്റ്റ് കിട്ടിയായിരുന്നു. അപ്പം അത് പക്ഷെ പൊതിഞ്ഞില്ല. അത് ഇന്ന് വൈകിട്ടിരുന്നോണ്ട് പൊതിയാமல் എടുത്തു. പിന്നെ ബാഗ് വാങ്ങിച്ചു. സ്പൈഡർമാൻ്റെ ബാഗ് അവന് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു പ്ലെയിൻ ബാഗ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് വില കുറവാണെങ്കിലും അതിൻ്റെ ബാഗിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇത് അവന് പടം വേണമല്ലോ, സ്പൈഡർമാൻ്റെ ഒക്കെ പടം വേണം. അപ്പം അവൻ അത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചു. അവന് കഴിഞ്ഞ വർഷത്തെ ബാഗ് ഉണ്ട്, ഇതുകൊണ്ട് ഇരിക്കുന്നതാണ്ട, ഒരു കുഴപ്പവും കൂടാതെ ഇരിക്കുന്നു. അപ്പം അതൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പം അതും ഇതൂടെ ഉപയോഗിക്കാമെന്ന് കരുതുന്നു. പിന്നെ ഇതെന്തുവാ? ഇത് റെയിൻകോട്ട്. എൻ്റെ റെയിൻകോട്ടാണ്. അത് സ്പൈഡർമാൻ്റെ റെയിൻകോട്ട്. അപ്പം അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ചു. ആള് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം ഇനി ടെക്സ്റ്റ് കൂടി പൊതിയാനുണ്ട്, അതുകൂടെ ഒന്ന് പൊതിയാം. പിന്നെ പെൻസില്, റബ്ബർ അതൊക്കെ വാങ്ങിച്ചു. പക്ഷേ ഇതൊക്കെ വാങ്ങിച്ചെങ്കിലും 2 ദിവസത്തേക്ക് കാണും. ഈ പെൻസിൽ ഒരു ദിവസം കൊണ്ടുപോയാൽ പിറ്റേന്ന് അത് സ്കൂളിൽ ഒന്നുകിൽ ഇട്ടിട്ട് പോരും, അല്ലെ ആർക്കെല്ലാം പിള്ളേർക്ക് കൊടുക്കും. ഇവരങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യുമല്ലോ. നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെയൊക്കെ ആയിരുന്നു. എങ്കിൽ പോലും കഷ്ടപ്പാട് അറിഞ്ഞല്ലേ നമ്മുടെ കയ്യിൽ ഇല്ല, ഒന്ന് മാറ്റിയെടുക്കാനോ പിടിക്കാനോ ഒന്നും ഇല്ല. പക്ഷെ ഇവർക്ക് എന്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്നിച്ച് വാങ്ങിച്ചു വെക്കുന്നത് കൊണ്ട് അതൊരു ലാവിഷാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കൂട്ടുകാരെ വിശേഷങ്ങള്. അപ്പോൾ സ്കൂൾ യൂണിഫോം കൂടെ കിട്ടാനുണ്ട്. അത് സ്കൂളിൽ നിന്നാണ് തരുന്നത്. അപ്പം അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൂടി ആകുമ്പോഴത്തേന് സ്കൂളിൽ പോകുന്ന കാര്യം ഓക്കെ ആയി. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ ഒന്ന് എത്ര വട്ടം പറഞ്ഞിപ്പോ അല്ലേ, സോറി. പിന്നെന്തുവാ, ഇപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. എനിക്ക് സബ്സ്ക്രൈബർ കുറവാണ്, ഒരുപാട് കുറവാണ്, 100 പോലും ആയിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിനും താങ്ക് യു. Bye.